ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ പണികൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കട്ടോ. രാവിലത്തെ ഭക്ഷണം ഇന്ന് നമുക്ക് ഓട്ടടയാണ്. അപ്പം ഞാൻ ഓട്ടട ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. പിന്നെ നമുക്ക് ഇന്നൊന്ന് നമ്മളെ ടെറസിൻ്റെ മുകളിലൊന്ന് അടിച്ചു വരണം കേട്ടോ. കുറേ ദിവസമായി അടിച്ചു തരാനായിട്ട് ഒന്ന് അടിച്ചേരി ക്ലീൻ ആക്കണം. അപ്പോൾ ഒന്ന് ആ പണികളുണ്ട്. ഓരോ ദിവസം ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാക്കും എന്തൊക്കെയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അന്നേരം മുകളിൽ കയറി വെക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിന്. അപ്പോൾ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ നമ്മളത് ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അതിനായിട്ടുള്ളതായിട്ട് നിൽക്കാമല്ലോ, ഓരോ പണിക്കായിട്ട് നിൽക്കാം. അപ്പം നമ്മൾ ചെറിയൊരു കൂട് വാങ്ങിനി കേട്ടോ, കോഴിക്കൂട്. അപ്പം നമ്മൾ മുകളിലാണ് വെച്ചത്, ടെറസിൻ്റെ മുകളിലാണ് വെച്ചത്. അതാണ് നമുക്ക് താഴെ വെക്കാനുള്ള സൗകര്യമല്ല കേട്ടോ. മുറ്റമൊന്നും അതിനത്ര മുറ്റമില്ലാത്തതുകൊണ്ട് നമ്മളിത് ടെറസിൻ്റെ മുകളിലാട്ടോ വെച്ചത്. അപ്പോൾ നമ്മളുള്ള സൗകര്യത്തിലേക്കൊക്കെ വെക്കുക. എന്നിട്ട് 2 കോഴികളൊക്കെ വാങ്ങണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ റെഡിയാവുമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിലാട്ടോ നല്ലോണം ഇങ്ങോട്ട് ഇലകൾ തൊഴിഞ്ഞിക്കുക. എന്താണ് മോൾ ഭാഗത്ത് ഇങ്ങോട്ട് റബ്ബറാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇങ്ങോട്ട് അടിച്ചു തരട്ടെ കേട്ടോ. പിന്നെ മഴ ആയതുകൊണ്ട് എന്തായാലും ഒരു പൂപ്പലിങ്ങനെ കിട്ടുമല്ലോ, അതിങ്ങോട്ട് അടിച്ചു തരണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ. അപ്പം പിന്നെ ഞാൻ കുറ്റിച്ചൂലെടുത്തു കേട്ടോ. ഈർക്കിളി ചൂലെടുത്തപ്പോൾ അതിനോട് കിട്ടണില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നി കുറ്റിച്ചൂലാണ് നല്ലതെന്ന്. മൊത്തത്തിൽ ഭയങ്കര ഇങ്ങോട്ട് വൃത്തികേടായിന് കേട്ടോ. ഓരോ സാധനങ്ങൾ ഇങ്ങനെ മുകളിൽ കൊണ്ടുപോയിടുമ്പോൾ അതൊക്കെ അവിടെ കിടക്കും. നമ്മൾ എടുക്കൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലൊക്കെ ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ ഇന്നലെ ഞാൻ ഒന്ന് കയറി വെക്കുമ്പോഴാണ് ഇവിടെയൊക്കെ അവിടെ വൃത്തികേടായി കിടക്കുന്നത്. ഒക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കട്ടെ കേട്ടോ. ഇത് നമ്മളൊരു പഴയൊരു കൂടെയാണ്. അന്ന് കോഴികളെ നമ്മൾ ഇവിടെ വെച്ചാണ് പോറ്റേണ്ടായിരുന്നത്. പിന്നെ കോഴികളൊക്കെ നശിച്ചു പോയതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഒരു പൂതി വന്ന് 2 കോഴികളൊക്കെ വാങ്ങിയാലോ എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു കൂട് കിട്ടി. അപ്പോൾ കൂട് കിട്ടിയപ്പോൾ നമുക്ക് 2 കോഴിമക്കളെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടെ. ഞങ്ങളെ കോഴിയൊക്കെ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. എങ്ങനെയാണ് ഞങ്ങൾ ഈ മുകളിലാണ് കോഴികളെ വെക്കൽ. എന്നിട്ട് കോഴികളിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടേക്കാട്ട് പറന്ന് ഇങ്ങോട്ട് ഇറങ്ങും. അതിൽ കയറണമെങ്കിലും നമ്മൾ ഉള്ളിലൂടെ ഇങ്ങോട്ട് കയറി വരും, സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വരും. നല്ല അനുസരണമുള്ള കോഴികൾ തന്നെ കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് 2 വാങ്ങിയിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ കോഴികളോട്. നമ്മൾക്ക് നമ്മളെ അടുത്ത് വരുന്ന വേസ്റ്റ് ഭക്ഷണമൊക്കെ ആയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒക്കെ അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതാട്ടോ ക്ലീൻ ആക്കി എടുക്കട്ടെ. ഓരോന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിടുന്നോണ്ട് പിന്നെ ഈ ഇലയൊക്കെ റബ്ബറിൻ്റെ ഇല ഉണ്ടെങ്കിൽ തന്നെ അടിച്ചു വരി അങ്ങോട്ട് കിട്ടൂലല്ലോ, ഇങ്ങനെ പറ്റിക്കും. എന്നാലും എടുക്കൊക്കെ ഒന്നും കയറി ഇങ്ങനെ അടിച്ചു തരും. അതുകൊണ്ടാണ് ഇത്ര ഉള്ളത്. അല്ല ഇതിനാട്ടി ഉണ്ടാവേണ്ടായിന് കേട്ടോ. അപ്പോൾ ഒരു പൂപ്പര് വന്നിട്ടില്ലേ, അതൊക്കെ ഇങ്ങോട്ട് അടിച്ചേരി കിട്ടണേ നമ്മൾ ഈ കുറ്റിച്ചൂല് തന്നെ വേണം. അപ്പം ഞാനിങ്ങനെ ഈർക്കിളിച്ചൂലിനോട് അടിക്കും. പിന്നെ ഈ കുറ്റിച്ചൂല് വെച്ചിട്ട് ഇങ്ങോട്ട് കോരി എടുത്ത് ഇങ്ങോട്ട് ക്ലീൻ ആക്കും കേട്ടോ. മുകളിലൊക്കെ ഇങ്ങനെ ഓരോന്ന് നട്ടാലൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് മുറ്റത്തിന് അതിനത്ര സൗകര്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെയാണ് സൗകര്യം എന്താണ്. പിന്നെ പുറത്ത് വെച്ചാൽ എന്താണ് കുറേ പൊത്തും ഇതൊക്കെ ഉള്ളത് കൊണ്ട് പാമ്പ് എന്തോ വരുമോ എന്നുള്ളൊരു പേടി കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പാമ്പിനെ കേട്ടോ. അപ്പം മുകളിൽ വെച്ചാൽ നമ്മളെ ശ്രദ്ധ എപ്പോഴും കിട്ടുകയും ചെയ്യും. താഴെ വെച്ചാലും ശ്രദ്ധയാണ്, താഴേക്കാണ് ഏറ്റവും കൂടുതലുണ്ടാര്. അപ്പം ഞാൻ ഈ കൂടൊന്നേ അത് കുറേ കാലമായി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടോ അത് തന്നവർ നമുക്ക്. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൊടി പറഞ്ഞൊക്കെ ഒന്ന് അടിച്ച് വരികയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒന്ന് അടിച്ച് വരികട്ടെ, ക്ലീൻ ആക്കിയാട്ടെ. 2 കോഴിമക്കളെയും കൊണ്ടുവന്ന് നമുക്ക് ഇതിലിടണം. നമുക്ക് അത് രസമാണല്ലോ കോഴികളൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാകണതൊക്കെ. ഇപ്പം വേറെ ചുറ്റുപാടും കാര്യങ്ങളൊന്നുമില്ല, വേറെ എങ്ങോട്ടും പോകാനെ. ചെറിയ ഹോസ്പിറ്റൽ കേസല്ല, എന്നാലും കോഴികളമ്മ കൂട്ടിലേക്ക് ഇടാലോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എനിക്ക് വിശന്നിട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കൈയൊക്കെ കഴുകി വന്ന് പിന്നെ ചോറ് വാരി തിന്നാൻ പറ്റൂല വിചാരിച്ച് ഞാൻ കഞ്ഞിയാക്കിയിട്ട് കുടിക്കട്ടെ വിചാരിച്ച്. അപ്പോൾ നമ്മൾ ചെറുപയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിന്. അപ്പോൾ ചോറിലേക്ക് ഇങ്ങോട്ട് കുറച്ച് ചെറുപയർ ഉപ്പേരി ഇട്ട് നന്നായിട്ടൊന്ന് കുടിക്കട്ടെ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കേ.